നാളെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രസ്താവന, അബ്കാരി ഓഫീസറുടെ നിർവചനം ഉൾക്കൊള്ളുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3(2) ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ അബ്കാരി ഓഫീസറുടെ നിർവചനം ഉൾക്കൊള്ളുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3(2) ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ അതിനു മുകളിൽ റാങ്ക് ഉള്ള റവന്യൂ ഉദ്യോഗസ്ഥനാണ് അബ്കാരി ഓഫീസർ. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, എല്ലാം ശരിയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അബ്കാരി ഓഫീസറെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അബ്കാരി ഓഫീസറുടെ നിർവചനം ഉൾക്കൊള്ളുന്ന വകുപ്പാണ് സെക്ഷൻ 3(2) അബ്കാരി ആക്ടിലെ. അതുപോലെ തന്നെ അബ്കാരി ഓഫീസർ റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ അതിനു മുകളിൽ റാങ്ക് ഉള്ള റവന്യൂ ഉദ്യോഗസ്ഥനാണ് അബ്കാരി ഓഫീസറായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, അബ്കാരി ആക്ട് 53(a)(2) പ്രകാരം ഉണ്ടായിരിക്കേണ്ട വിവരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ്കാരി ആക്ട് 53(a)(2) പ്രകാരം ഉണ്ടായിരിക്കേണ്ട വിവരങ്ങൾ ഏതൊക്കെയാണ്? മദ്യത്തിന്റെ വിവരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുണനിലവാരം വരും, അളവ് വരും, പാക്കിംഗ് രീതി വരും, അടയാളങ്ങൾ വരും കേട്ടോ. അപ്പൊ ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവയാണ് വരുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. അബ്കാരി ആക്ട് 53(a)(2) പ്രകാരം ഉണ്ടായിരിക്കേണ്ട വിവരങ്ങൾ ഏതൊക്കെയാണ്? ഗുണനിലവാരം, അളവ്, പാക്കിംഗ് രീതി, അടയാളങ്ങൾ മദ്യത്തിന്റെ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതിദത്ത ഡ്രഗ്സിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതിദത്ത ഡ്രഗ്സിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് കറുപ്പ് പ്രകൃതിദത്ത ഡ്രഗ്സ് ആണ്. മോർഫിൻ പ്രകൃതിദത്ത ഡ്രഗ്സ് അല്ല, സെമി സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. ഹാഷിഷോളി പ്രകൃതിദത്തമാണ്, കഞ്ചാവ് പ്രകൃതിദത്തമാണ്. പിന്നെ ആൻസർ ഓപ്ഷൻ ബി, മോർഫിൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മോർഫിൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് പ്രകൃതിദത്ത ഡ്രഗ്സ് എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ എന്താണ് പ്രകൃതിദത്ത ഡ്രഗ്സ് എന്ന് നിങ്ങൾക്കറിയാമോ? പ്രകൃതിദത്ത ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അഥവാ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ സസ്യങ്ങളിൽ ആ ഒരു നാച്ചുറൽ ഡ്രഗ്സിന്റെ പ്രധാന സ്രോതസ്സുകൾ സസ്യങ്ങളാണ് വരുന്നത്. സസ്യങ്ങളാണ്. അതായത് പ്രകൃതിദത്ത ഡ്രഗ്സ് എന്ന് പറയുന്നത് സൂക്ഷ്മാണുജീവികൾ, മൃഗങ്ങൾ, ധാതുക്കൾ, സസ്യങ്ങൾ എന്നിവയിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന ഡ്രഗ്സ് ആണ് എന്താണ് പ്രകൃതിദത്ത ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ പ്രകൃതിദത്ത അഥവാ സ്വാഭാവിക ഡ്രഗ്സിന്റെ, നാച്ചുറൽ ഡ്രഗ്സിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത് കറുപ്പ്, കഞ്ചാവ്, കൊക്ക, അതുപോലെ തന്നെ പപ്പാവർ, സോനിഫറ, ഹാഷിഷ് എന്നിവയൊക്കെയാണ് പ്രകൃതിദത്ത ഡ്രഗ്സിന്റെ ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി നിർമ്മിക്കുന്നവയാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ്. അഥവാ നാച്ചുറൽ ഡ്രഗ്സിന്റെയും സിന്തറ്റിക് ഡ്രഗ്സിന്റെയും സമ്മിശ്രമാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ഡ്രഗ്സിനെ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി നിർമ്മിക്കുമ്പോഴാണ് എന്താണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് ലഭിക്കുന്നത്. അപ്പൊ സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെയും നാച്ചുറൽ ഡ്രഗ്സിന്റെയും സമ്മിശ്രമായിട്ടുള്ള ഒരു രൂപമാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെമി സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണമായിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതൊക്കെയാണ്? മോർഫിന്, കോഡിൻ, ഹെറോയിൻ, കൊക്കൈൻ. മോർഫിൻ, കോഡിൻ, ഹെറോയിൻ, കൊക്കൈൻ എന്നിവയാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇനി സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. അതായത് മനുഷ്യനിർമ്മിത മരുന്നുകളെയാണ് സിന്തറ്റിക് ഡ്രഗ്സിൽ ഉൾപ്പെടുന്നത്. മരുന്നുകളെയാണ് സിന്തറ്റിക് ഡ്രഗ്സിൽ ഉൾപ്പെടുന്നത്. അഥവാ എന്താണ് പറയുന്നത്? രാസപ്രവർത്തനത്തിലൂടെ നിർമ്മിക്കുന്നവയാണ് സിന്തറ്റിക് ഡ്രഗ്സ്. സിന്തറ്റിക് ഡ്രഗ്സിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് ആംഫെറ്റാമൈൻസ്, എക്സ്റ്റാസിസി, ഡയാസ്പം, അതുപോലെ തന്നെ മെത്തക്വലൈൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ആംഫെറ്റാമൈൻസ്, മെതാക്വലൈൻ, എക്സ്റ്റാസൈ, ഡയസ്പം. ഇത്രയുമാണ് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഈ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കുക. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അടുത്ത ചോദ്യം,
താഴെ പറയുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതാണ് ശരിയായിട്ടുള്ളത് നോക്കാം. റോഡ് ട്രാഫിക് നിയമത്തിലാണ് ഡ്രൈവർമാരുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കാം. പൊതുനിരത്തിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് 30 mg/100 ml ആണെന്ന് തെളിഞ്ഞാൽ ശിക്ഷാർഹമാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാം ശരി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സുബോധം പദ്ധതി ആരംഭിച്ച വർഷം എന്നാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ആൻസർ ഓപ്ഷൻ ബി 2015 സുബോധം പദ്ധതി ആരംഭിച്ചത്. അപ്പൊ എന്താണ് സുബോധം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുബോധം പദ്ധതി. 2015 ഏപ്രിൽ 14 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് ഈ സുബോധം പദ്ധതി. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് യോദ്ധാവ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യോദ്ധാവ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് യോദ്ധാവ്. അടുത്ത ചോദ്യം, വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാൻ ആരാണ്? വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാൻ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ വൈസ് ചെയർമാൻ ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രി. അപ്പൊ നിലവിലെ കേരളത്തിലെ കേരള എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തണം. അപ്പൊ കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ പറയാം. വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയാണ്. വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും. അംഗങ്ങളായിട്ട് വരുന്നത് ആരോഗ്യമന്ത്രി വരും, വിദ്യാഭ്യാസ മന്ത്രി വരും, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വരും, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും വരും. അതുപോലെ തന്നെ മിഷൻ കമ്മീഷണർ, ഈ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ മിഷൻ കമ്മീഷണറായിട്ട് വരുന്നത് എക്സൈസ് കമ്മീഷണറാണ് കേട്ടോ. എക്സൈസ് കമ്മീഷണറാണ്. അപ്പൊ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യം, ഒരാൾ 100 മില്ലി ചാരായം കൈവശം വെച്ചാൽ ലഭിക്കുന്ന കുറഞ്ഞ ശിക്ഷ എത്രയാണെന്നാണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ചാരായം 100 മില്ലി 1 മില്ലി എത്ര വേണമെങ്കിലും കൈവച്ചു കഴിഞ്ഞാൽ എന്താണ് കുറ്റകരമാണ്. കാരണം എന്താണ്? നമ്മുടെ ചാരായം നമ്മുടെ കേരളത്തിൽ നിരോധിച്ച സാധനമാണ് കേട്ടോ. നിരോധിച്ച സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കുറ്റകരമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് എന്താണ്? 1 ലക്ഷം രൂപ വരെ പിഴയും 10 വർഷം വരെ തടവുമാണ്. 1 ലക്ഷം രൂപ വരെ പിഴയും 10 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതായത് അബ്കാരി ആക്ട് 8(1)(8)(2) പ്രകാരം, അബ്കാരി ആക്ട് സെക്ഷൻ 8(1) സെക്ഷൻ 8(2) പ്രകാരം ചാരായം നിർമ്മിക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും കൈവശം വെക്കുന്നതും കടത്തുന്നതും നിരോധിച്ചിരിക്കുന്നു കേട്ടോ. 8(1) 8(2) പ്രകാരമാണ് സെക്ഷൻ അബ്കാരി ആക്ട് പ്രകാരം ഇത് വാങ്ങുന്നതും വിൽക്കുന്നതും കൈവശം വെക്കുന്നതും കടത്തുന്നതും ഒക്കെ എന്താണ് നിർമ്മിക്കുന്നതും ഒക്കെ നിരോധിച്ചിരിക്കുന്നു കേരളത്തിൽ. അപ്പം അതുപോലെ തന്നെ സെക്ഷൻ 8(2) പ്രകാരം ശിക്ഷ എന്ന് പറഞ്ഞതാണ്. സെക്ഷൻ 8(2) പ്രകാരമാണ് ശിക്ഷ പറയുന്നത്. 1 ലക്ഷം രൂപ വരെ പിഴയും 10 വർഷം വരെ തടവും ജാമ്യമില്ലാത്ത വകുപ്പുമായിരിക്കും കേട്ടോ ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് ചികിത്സയ്ക്കായി സ്വമേധയാ സന്നദ്ധരായ വ്യക്തികളെ പ്രോസിക്യൂഷനിൽ നിന്നും ഒഴിവാക്കുന്നതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? NDPS നിയമത്തിലെ ഏത് വകുപ്പാണ് ചികിത്സയ്ക്കായി സ്വമേധയാ സന്നദ്ധരായ വ്യക്തികളെ പ്രോസിക്യൂഷനിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. NDPS ആക്ട് സെക്ഷൻ 64A ആണ്. NDPS ആക്ട് സെക്ഷൻ 64A ആണ്. 64A പ്രകാരമാണ്. 64A പ്രകാരമാണ്. ഒരു മിനിറ്റ്. സെക്ഷൻ 64A പ്രകാരമാണ്. 64A പ്രകാരം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ NDPS ആക്ട് സെക്ഷൻ 64A എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് സെക്ഷൻ 27 പ്രകാരം ശിക്ഷിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും സെക്ഷൻ 64A പ്രകാരം വരുന്നത്. അതായത് ഡി അഡിക്ഷൻ സെന്ററിൽ പോകാൻ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെയോ സർക്കാർ അംഗീകരിച്ച മറ്റേതെങ്കിലും ആശുപത്രിയിലെയോ സ്ഥാപനത്തിൽ നിന്നോ മയക്കുമരുന്നിന്റെ ആസക്തി ഇല്ലാതാക്കാൻ സ്വമേധയാ വൈദ്യ ചികിത്സ ശ്രമിക്കുകയും ആ വൈദ്യസഹായം തേടുകയും ചെയ്താൽ സെക്ഷൻ 27 പ്രകാരമോ ചെറിയ അളവിലേക്കുള്ള
മയക്കുമരുന്നിന്റെയോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നൽകാൻ കഴിയില്ല. അതുപോലെ തന്നെ സെക്ഷൻ 64A പ്രകാരം ചികിത്സ പൂർത്തീകരിച്ചില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ആനുകൂല്യം റദ്ദാക്കും. അപ്പൊ സെക്ഷൻ 27 പ്രകാരം സെക്ഷൻ 27 എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 27 പറയുന്നത്. ആ സെക്ഷൻ 27 പ്രകാരം അങ്ങനെ വന്നൊരു വ്യക്തി ചെറിയ അളവിലാണ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡി അഡിക്ഷൻ സെന്ററിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വമേധയാ അദ്ദേഹം ഡി അഡിക്ഷൻ സെന്ററിൽ പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഡി അഡിക്ഷൻ സെന്ററിൽ ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മയക്കുമരുന്നൊക്കെ ചെറിയ അളവിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഈ ഒരു ചികിത്സ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു 64A പ്രകാരം എലിജിബിലിറ്റി കിട്ടുന്നത്. അദ്ദേഹം ഈ ഒരു ചികിത്സ പൂർത്തീകരിച്ചില്ലെങ്കിൽ, അതായത് ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ പൂർത്തീകരിച്ചില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ആനുകൂല്യം സെക്ഷൻ 64A പ്രകാരം റദ്ദാക്കും കേട്ടോ. അതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീര്യം കുറഞ്ഞ സ്പിരിറ്റിനെ വീര്യം കൂട്ടുന്ന പ്രക്രിയ എന്താണ്? വീര്യം കുറഞ്ഞ സ്പിരിറ്റിനെ വീര്യം കൂട്ടുന്ന പ്രക്രിയ എന്താണ്? നമ്മൾ പഠിച്ചാണ് ഓപ്ഷൻ ഡി ഫോർട്ടിഫിക്കേഷൻ. നമ്മൾ പഠിച്ചാണ് ഫോർട്ടിഫിക്കേഷൻ എന്താണ്. എല്ലാ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നതാണ് ഫോർട്ടിഫിക്കേഷൻ എന്താണ് ബലപ്പെടുത്തൽ. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തൽ, അതായത് നേർത്ത സ്പിരിറ്റിനെ ബലപ്പെടുത്തുവാൻ ചേർക്കുന്ന ഗാഢ സ്പിരിറ്റ് ഉപയോഗിച്ച്, അതായത് നേർത്ത സ്പിരിറ്റിനെ ഗാഢ സ്പിരിറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തുന്ന രീതിയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നാളെ പരീക്ഷയില്ലേ. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ കലർത്തലാണ്. അതായത് ഒരേ വീര്യമുള്ളതോ വീര്യത്തിൽ വ്യത്യാസമുള്ളതോ ആയ രണ്ടു തരം സ്പിരിറ്റിനെ ചേർക്കുന്ന രീതിയാണ് ബ്ലെൻഡിങ് അഥവാ കലർത്തൽ. അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് എന്താണ്? നമ്മൾ പഠിച്ചതാണ് കൂട്ടിച്ചേർക്കൽ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കൽ, അതായത് ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ കൃത്രിമമായി ഫ്ലേവറോ നിറമോ ചേർക്കുന്നതിനെയാണ് എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കൽ, ചെറുതാക്കുക എന്നുള്ളത് ലഘൂകരിക്കൽ. റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതാണ് റെഡ്യൂസിങ് എന്ന് പറയുന്നത് കേട്ടോ. സ്പിരിറ്റിനെ ജലവുമായി കൂട്ടിക്കലർത്തുന്നതാണ് എന്താണ് റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണ്? അടുത്തത് നമുക്ക് നോക്കാം. ENA എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ്. നമ്മൾ പഠിച്ചതാണ് ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ്. ENA ഇറക്കുമതി ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന നിലവിലെ ഫീസ് എത്രയാണെന്നാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. നിലവിലെ ഫീസ് 10,000 രൂപയാണ് കേട്ടോ. ഓപ്ഷൻ സി 10,000 രൂപയാണ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും ENA ഇറക്കുമതി ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന നിലവിലെ ഫീസ് എത്രയാണ്? 10,000 രൂപയാണ് നിലവിലെ ഫീസ് കേട്ടോ. നിലവിലെ ഫീസ് 10,000 രൂപയാണ് വരുന്നത്. പിന്നെ ENA ഇറക്കുമതി ചെയ്യാൻ ലഭിക്കേണ്ട ലൈസൻസിനായി സമർപ്പിക്കേണ്ടുന്ന ഫോറം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഫോറം 4A ആണ് ലൈസൻസിനായി അപ്ലൈ ചെയ്യേണ്ട ഫോറം വരുന്നത്. ഈ ഫോറത്തിന്റെ കാലാവധി 1 വർഷമാണ് കാലാവധിയായിട്ട് വരുന്നത്. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഇനി നമുക്ക് ബിവറേജ് LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, ഡിഗ്രി ലെവൽ എക്സാംസ്, യൂണിഫോം പോസ്റ്റ് എക്സാംസ്, അതുപോലെ തന്നെ 10th ലെവൽ എക്സാംസിന്റെ ഒക്കെ പരീക്ഷകൾ വരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടെലഗ്രാമിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ളൊരു ലൈവ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സസ് നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസമാണ് കാലാവധി വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ 10ഉം 20ഉം മാർക്കും ഒക്കെയാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. നമുക്ക് അപ് ടു ഡെയിലി ഒരു 1 hour ക്ലാസ് വെച്ച് നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂളിലെ ഏത് ചട്ടം അനുസരിച്ചാണ് ഡിസ്റ്റിലറികളിലെ പൈപ്പുകൾക്ക് നിറം നൽകിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ചട്ടം 25 പ്രകാരമാണ് കേട്ടോ. ചട്ടം 25 പ്രകാരമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂളിലെ ഏത് ചട്ടം അനുസരിച്ചാണ് ഡിസ്റ്റിലറികളിലെ പൈപ്പുകൾക്ക് നിറം നൽകിയിരിക്കുന്നത്? ചട്ടം 25 പ്രകാരമാണ്. അപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ചട്ടം ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, ഞാൻ അന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളതേ ഉള്ളൂ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിറമായിരിക്കും. അതായത് മൊളാസസ് കടത്തി വിടുമ്പോഴും, സ്പിരിറ്റ് കടത്തി വിടുമ്പോഴും, വാഷ് കടത്തി വിടുമ്പോഴും, വെള്ളം കടത്തി വിടുമ്പോഴും ഒക്കെ ആ പൈപ്പിന്റെ വരുന്ന നിറം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം. മൊളാസസ് കടത്തി വിടുന്ന പൈപ്പുകളുടെ നിറം എന്ന് പറയുന്നത് നീല കളറാണ് കേട്ടോ. മൊളാസസ്
കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല കളറും, സ്പിരിറ്റ് കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം ചുവപ്പും, അതുപോലെ തന്നെ വാഷ് കടത്തിവിട്ടാൽ പച്ച നിറമായിരിക്കും പൈപ്പിന്റെ വരുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ വെള്ള കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മൊളാസിസ് കടത്തിവിടുന്ന ഡിസ്റ്റിലറി പൈപ്പുകളുടെ നിറം വരുന്നത് നീലയും, അതുപോലെ തന്നെ സ്പിരിറ്റ് കടത്തിവിടുന്ന ഡിസ്റ്റിലറി പൈപ്പുകളുടെ നിറം ചുവപ്പും, വാഷ് കടത്തിവിടുന്ന ഡിസ്റ്റിലറി പൈപ്പുകളുടെ നിറം പച്ചയും, അതുപോലെ തന്നെ ജലം കടത്തിവിടുന്ന ഡിസ്റ്റിലറി പൈപ്പുകളുടെ നിറം ഏതാണ്? വെള്ള കളറുമായിരിക്കും വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. അടുത്ത ചോദ്യം, പൊതുസ്ഥലത്ത് പുകവലി നിരോധിക്കാൻ കാരണമായ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 21. അതായത് ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള ഒരു ലംഘനമാണ് പൊതുസ്ഥലത്തിനുള്ള പുകവലി. അതാണ് ഈ പുകവലി നിരോധിക്കാൻ കാരണമായ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21, അനുച്ഛേദം 21. അടുത്ത ചോദ്യം, കോട്ട്പ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ WHO സമ്മേളനം ഏതാണെന്ന്? ആൻസർ ഓപ്ഷൻ എ ആണ് 43ാം ലോകാരോഗ്യ അസംബ്ലിയിൽ നടന്ന സമ്മേളനമാണ് കേട്ടോ. അപ്പോൾ കോട്ട്പ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ WHO സമ്മേളനം ഏതാണ്? 43ാം ലോകാരോഗ്യ അസംബ്ലിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോട്ടയമാണ്. അപ്പോൾ അതേ കണക്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് അഥവാ ഗ്രാമം ഏതാണ്? കുളമാടാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം അഥവാ വില്ലേജ് ഏതാണ്? കുളമാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം എന്ന് പറയുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാർ പഞ്ചായത്തും. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല തിരുവനന്തപുരമാണ് കേട്ടോ. അതോടൊന്ന് കണക്ട് ചെയ്തോണേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ വാറ്റിയെടുത്ത മദ്യത്തിന് ഉദാഹരണമല്ലാത്ത ഏതാണ്? ചാരായം, ബ്രാൻഡി, വിസ്കി, ബിയർ. കേൾക്കുമ്പോൾ തന്നെ അറിയത്തില്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ബിയർ ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ബിയർ ആണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, അബ്കാരി ആക്ട് പ്രകാരം വിൽപ്പനയായി കണക്കാക്കപ്പെടുന്നത് ഏതാണെന്നാണ്? അബ്കാരി ആക്ട് പ്രകാരം വിൽപ്പനയായി കണക്കാക്കപ്പെടുന്നത് മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത് വരും. അതുപോലെ തന്നെ മദ്യം പാരിതോഷികമായി നൽകുന്നതും വിൽപ്പനയായിട്ട് കണക്കാക്കപ്പെടും എന്നാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം ഏതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 2000 ആണ് കേട്ടോ. 2000 ഒക്ടോബർ 21 കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്നത്. ഈ ഒരു കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന ജില്ല ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കൊല്ലം ജില്ലയാണ് കേട്ടോ. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്ത് തന്നെ പഠിച്ചോളൂ. വൈപ്പിൻ വിഷമദ്യ ദുരന്തം 1982 വൈപ്പിൻ വിഷമദ്യ ദുരന്തം 1982 എറണാകുളം ജില്ലയിലാണ് നടന്നത്. അതുപോലെ തന്നെ കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം 2010 കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം നടന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടന്നത് വാളയാർ വിഷമദ്യ ദുരന്തം നടന്ന വർഷം 2020 അടുത്ത ചോദ്യം, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് നശിപ്പിച്ച് കളയാവുന്ന കണ്ടുകെട്ടിയ വിദേശ മദ്യത്തിന്റെ പരിധി എത്രയാണെന്നാണ് വെച്ചത്? ആൻസർ ഓപ്ഷൻ എ 500 ലിറ്റർ ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ എ 500 ലിറ്റർ ആണ്. അപ്പൊ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് നശിപ്പിച്ച് കളയാവുന്ന കണ്ടുകെട്ടിയ വിദേശ മദ്യത്തിന്റെ പരിധി എത്രയാണ്? ഓപ്ഷൻ എ 500 ലിറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്ലാസ്. ഇനിയും നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇരിക്കുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഇരിക്കുക. അപ്പം ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുക. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ക്ലാസ്സും വരുന്നതാണ്. താങ്ക് യു.